തൃശൂർ മലക്കപ്പാറ വീരാങ്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ സമരത്തിലേക്ക്. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനവകുപ്പ് അട്ടിമറിക്കുന്നതിനെതിരെയാണ് സമരം. 31 കുടുംബങ്ങൾ ചാലക്കുടി DF ഓഫീസിന് മുൻപിൽ നാളെ ഉപരോധ സമരം നടത്തും. ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനവകുപ്പ് എതിർപ്പുമായി എത്തിയതോടെയാണ് പദ്ധതി അനിശ്ചിതത്വത്തിലായത്. വിവരങ്ങൾ നൽകി ലെവിൻ കെ വിജയനോട് തൃശൂരിൽ നിന്ന്. ലെവിൻ, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ വനവകുപ്പ് ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അരുണ്യ, 2018 മഹാപ്രളയത്തിലാണ് ഉരുൾപൊട്ടലിൽ മലക്കപ്പാറ, അരേക്കാപ്പ്, വീരാങ്കുടി മേഖലയിലുള്ള 31 ആദിവാസി കുടുംബങ്ങളിൽ ഭൂരിപക്ഷം ആളുകളുടെയും വീടും വസ്തുവും ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നത്. ഇതേ തുടർന്ന് നിരവധി ആളുകളാണ് വീടും സങ്കേതങ്ങളുമില്ലാതെ പെരുവഴിയിലായിപ്പോയത്. ഈ ആളുകൾ വർഷങ്ങളായി പുനരധിവാസം ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 2024 ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക താൽപര്യത്തോടുകൂടി ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സംസ്ഥാന തലത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷം, ചീഫ് സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗത്തിന് ശേഷം, ഈ കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. അതിനുള്ള ഉത്തരവ് ഇറങ്ങി. എന്നാൽ ഈ പദ്ധതികളോടൊക്കെ ആരംഭിക്കുന്ന സമയത്ത് വനംവകുപ്പിനോടും റവന്യൂ വകുപ്പിനോടും മറ്റ് ഇതര ഡിപ്പാർട്ട്മെന്റുകളോടുമൊക്കെ കൂടിയാലോചിച്ചുകൊണ്ടാണ് ഈ കുടുംബങ്ങളെ അത്രയും പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. പക്ഷേ ഈ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ വനംവകുപ്പ് എതിർപ്പുമായി രംഗത്ത് വരികയായിരുന്നു. ഈ വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് ഇവരുടെ പുനരധിവാസം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഇതിനിടയിലാണ് താൽക്കാലികമായിട്ടുള്ള ടെന്റുകളും കുടിലുകളും കെട്ടി വനത്തിലെ തന്നെ പല പ്രദേശങ്ങളിൽ, മാരാങ്കോട് അടക്കമുള്ള മേഖലയിൽ ഇവർ കഴിഞ്ഞു വരുന്നത്. ഈയിടെ ഇത്തരത്തിൽ കഴിഞ്ഞു വന്നിരുന്ന കുടുംബത്തിലെ കുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം പുലി വനത്തിൽ നിന്നും എത്തി വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചത്. പുലിയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്കടക്കം പരിക്കേറ്റിരുന്നു. കുട്ടിക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ജില്ലാ ഭരണകൂടമാണ് ചികിത്സാ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് പുനരധിവാസം അനിശ്ചിതത്വത്തിലാക്കിയ വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി ആദിവാസികൾ രംഗത്ത് വരുന്നത്. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് 31 കുടുംബങ്ങൾ ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. നാളെ ചാലക്കുടി DFO ഓഫീസിന് മുന്നിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നേതൃത്വത്തിൽ സംഘടിച്ച് ഉപരോധ സമരം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെ പുരുഷന്മാർ മാരാങ്കോടെത്തി നേരത്തെ പുനരധിവാസം നിശ്ചയിച്ചിരുന്ന മേഖലയിൽ കുടിൽ കെട്ടിയുള്ള സമരത്തിനും തയ്യാറെടുക്കുകയാണ്. ശക്തമായ പ്രതിഷേധം സർക്കാരിന്റെയും CPM-ന്റെയും പിന്തുണയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആദിവാസികളുടെ തീരുമാനം നിലവിലുള്ളത്.